അപ്പോൾ അതിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ചില ഭക്തർ ക്ഷേത്ര ദർശനം നടത്തി, അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളെന്ന് പറയുന്നത്, ചിലവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും വരുന്നത്, വെറുതെ ദേഷ്യപ്പെടുക, വീട്ടിലാണെങ്കിലും വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാം, ലൈക്ക് അങ്ങനെയുള്ള ചില ഇതൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ഭാര്യയും ഭർത്താവായിട്ട് മോർണിംഗ് നല്ല രീതിയിൽ പോയിരുന്ന വ്യക്തി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല തല്ലുപിടുത്തമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അന്നത്തെ ചില ദിവസം മൊത്തം കംപ്ലീറ്റ്ലി ബാഡ് ലക്ക് ആയിരിക്കും. കാരണം ചില കാര്യങ്ങളൊന്നും സക്സസ്ഫുള്ളി അവിടെ നടക്കണം എന്നില്ല. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിരിക്കുന്ന ബിംബത്തിൻ്റെ ചൈതന്യം ലോപിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപദേവതകൾ കൂടുതലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ ഇപ്പോൾ തിരുമേനിമാർ, കാരണം പൊതുവേ എല്ലാ ഉപദേവതകൾക്കും പൂജ നല്ല രീതിയിൽ നടത്തണം, നിവേദ്യം കൊടുക്കണം, എല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് അതൊരു ഒരു എന്താ പറയുക, ഒരു ചടങ്ങ് പോലെ ജസ്റ്റ് കാണുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവിടെ ചൈതന്യത്തിന് ലോപം വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ഒന്നത്. പിന്നെ ആത്മാർത്ഥമായിട്ട് ഒരു തിരുമേനി, ഒരു പുരോഹിതൻ ആ ശ്രീകോവിലിരുന്ന് പൂജ നല്ല രീതിയിൽ ചെയ്യണം, ആത്മാർത്ഥമായിട്ട്, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നല്ല രീതിയിൽ, എത്ര ചെറിയ ക്ഷേത്രമാണെങ്കിലും അവിടെ ഇരുന്ന് ചെയ്ത് ആ ചൈതന്യത്തിനെ വലുതാക്കണം. ആ ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് ഭക്തരിലേക്ക് പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടി നമ്മളത് സ്വീകരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അതിനാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു ചൈതന്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും പിന്നെ എല്ലാവരും പൈസേനോടുള്ള ആർത്തിയാണ് മിക്ക ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നത്. പേരെടുത്ത് ഞാൻ ഒരു ക്ഷേത്രവും ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും. ഒരു പ്രസാദം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഒരു 10 രൂപ കൊടുത്താൽ ഒരിലയിൽ കുറച്ച് പൂവും ചന്ദനവും ഇട്ട് നമുക്ക് തരും. ഓക്കെ, അതല്ല 10 രൂപ ഇല്ല, കൊടുക്കണില്ല എങ്കിൽ അവിടെ നിന്ന് ഒരു ചന്ദനം എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു തരും. അതാണ് വേണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. എനിവേ, ഇത്തരം ഇതൊക്കെ മനസ്സിൽ ഭക്തനുണ്ടാക്കുന്ന ചില ദുഃഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ മനസ്സവനെ വേദനിക്കുക. ഭക്തരാണ് ആ ഭഗവാനിലെ അംശം കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ ആ എനർജി കൊടുക്കുന്നത് ആ ശ്രീകോവിലേക്ക്. അപ്പോൾ ഇത്തരം മനസ്സ് വിഷമിച്ചിട്ട് ഭക്തൻ പോകുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് പോവുക. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ദേവനും ആ സങ്കടം അവിടെ ഉണ്ടാവും. എല്ലാ ഭക്തരും തുല്യരാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നല്ലതാണ് എല്ലാവരും. ഇത് തുടർന്ന് എൻ്റെ വീഡിയോ ഉണ്ടാവും അടുത്തത്. കുറച്ചും കൂടി സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഓറേനെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു.